ടീമിന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ വേണ്ടിയിട്ട് ഇന്ന് പോളിറ്റ് ബ്യൂറോ നടക്കുന്ന ദിവസം കൂടിയാണ് കേട്ടോ. ഡൽഹിയിൽ സംസ്ഥാനത്തെ കനത്ത തോൽവിയാണ് യോഗത്തിൽ ചർച്ചയാവുക. പ്രതിപക്ഷ നേതാവ് ആരെന്ന കാര്യത്തിലും PBയിൽ തീരുമാനമുണ്ടാകും. ഇന്ത്യ മുന്നണിയുടെ ഭാവിയും ചർച്ചയിലുണ്ട്. ശരത്തിനാൽ നമുക്കിപ്പം ഡൽഹിയിൽ നിന്നും തുടരുന്നുണ്ട്. ശരത്ത്, ഈ PB ആസ്ഥാനത്ത് ഇന്ന് വളരെ നിർണായകമായ യോഗം ചേരുന്നു. ഇതിൽ ഏറ്റവും പ്രധാന നേതൃസ്ഥാനത്ത് പിണറായി തുടരുമോ എന്നുള്ളതാണ്. ഗുഡ് മോർണിംഗ് ശ്രീലക്ഷ്മി. അതുതന്നെയാണ്, നേതൃസ്ഥാനത്ത് പിണറായി പ്രതിപക്ഷ നേതൃത്വ സ്ഥാനത്തേക്ക് തുടരുമോ, അക്കാര്യത്തിൽ പോളിറ്റ് ബ്യൂറോയുടെ ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു ഉപദേശം അല്ലെങ്കിൽ അത് വരും എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം വളരെ വലിയ തോൽവിയാണ് എന്നതാണ് പോളിറ്റ് ബ്യൂറോ നേരത്തെ ഓൺലൈനായി ചേർന്നപ്പോൾ വിലയിരുത്തിയത്. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ നിശ്ചയിച്ച പോളിറ്റ് ബ്യൂറോ യോഗമാണെങ്കിലും അജണ്ട പൂർണ്ണമായി കേരളത്തിലെ തോൽവിയും അത് സമഗ്രമായി ചർച്ച ചെയ്യാൻ തീരുമാനിച്ചത്. കാരണം പാർട്ടി ബംഗാളിൽ അധികാരത്തിൽ 50 വർഷത്തിന് ശേഷം പാർട്ടി അധികാരമില്ലാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇനി ഒരുപക്ഷെ വിജയുടെ കാര്യത്തിൽ തീരേണ്ട, അതായത് മന്ത്രിസഭയിലേക്ക് വേണ്ട തീരുമാനമെടുത്തോടെ കഴിഞ്ഞ 50 വർഷത്തിനിടയിൽ ഒരു അധികാര സ്ഥാനങ്ങളുമില്ലാതെ CPM പുറത്തു പോയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുള്ള ഒരു ചർച്ചയിലേക്ക് ഇന്ന് നടക്കും. 2 ദിവസത്തെ ചർച്ചയിൽ പങ്കെടുക്കാൻ വേണ്ടി പിണറായി വിജയനും അതേപോലെ തന്നെ ഗോവിന്ദൻ മാസ്റ്ററും ഡൽഹിയിലെത്തിയിട്ടുണ്ട്. വളരെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി കെയർടേക്കർ മുഖ്യമന്ത്രിയാണെങ്കിലും മുഖ്യമന്ത്രിയുള്ള ഒരു കാര്യങ്ങളും പിണറായി വിജയൻ സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം നേരത്തെ മുഖ്യമന്ത്രി കേരള ഹൗസിലേക്ക് വരുമ്പോൾ കേരളത്തിൽ നിന്നുള്ള വലിയൊരു പോലീസ് സുരക്ഷാ സേന അദ്ദേഹത്തിന് അകമ്പടി സേവിക്കുകയായിരുന്നു. എന്നാൽ ഈ തവണ നാമമാത്രമായ സുരക്ഷയാണ് കേരള പോലീസിൻ്റെ അതായത് ഡൽഹിയിൽ പോസ്റ്റ് ചെയ്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമാണ് കേരള പോലീസിൽ അദ്ദേഹത്തിന് സുരക്ഷക്കാരുള്ളത്. എന്നാൽ ഡൽഹി പോലീസ് അദ്ദേഹത്തിന് ഇസറ്റ് കാറ്റഗറി തന്നെ നൽകുന്നു എന്നുള്ളതാണ്. കാരണം CRPF അടക്കമുള്ള സുരക്ഷാ സേനകളെ അദ്ദേഹത്തിനെ നിയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കുള്ള കൊച്ചിൻ ഹൗസിൽ നിന്ന് അദ്ദേഹത്തിന് അനുവദിച്ചിരിക്കുന്നത് പഴയ കേരള ഹൗസിലെ ഗസ്റ്റ് ഹൗസിലെ 204 നമ്പറാണ്. അവിടെ പോലീസ് അതിൻ്റെ രീതിയിലുള്ള കേന്ദ്ര സേന അല്ലെങ്കിൽ ഡൽഹി പോലീസിൻ്റെ സുരക്ഷാ വിഭാഗം പരിശോധന നടത്തിയിരുന്നു ഇന്നലെ തന്നെ. ഏതായാലും കനത്ത സുരക്ഷ തന്നെയാണ് ഡൽഹി പോലീസ് പിണറായി വിജയന് നൽകിയിരിക്കുന്നത്. ഒരു വിട്ടുവീഴ്ചക്കും കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല പിണറായി വിജയൻ്റെ കാര്യത്തിൽ എന്നുള്ളതാണ് ഉള്ളത്. ഏതായാലും ചർച്ച നടക്കും. ആ ചർച്ചയിൽ എന്തുരുത്തിരിയും എന്ന് നാളെ വൈകുന്നോട്ടെ നമുക്കറിയാൻ കഴിയും. ശ്രീലക്ഷ്മി.